യൂട്യൂബിന്റെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പോളിസിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇൻഓതന്റിക് കണ്ടന്റ് പോളിസി. ഈ ഒരു പോളിസിക്കുള്ളിൽ കുറച്ചധികം ചെറിയ പോളിസികൾ വരുന്നുണ്ട്. ചെറിയ പോളിസിയല്ല, നമ്മൾ ചെറുതാണെന്ന് കണ്ട് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആകാൻ കാരണമാകും. അതിപ്പം ചെറിയൊരു ചാനലായാലും വലിയ ചാനലായാലും ഈ യൂട്യൂബിന്റെ പോളിസീസ് ഒരേ രീതിയിലാണ് അപ്ലൈ ആവുന്നത്. ഇനി നിങ്ങളുടെ ചാനലിൽ 10 ലക്ഷം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇനി 1 കോടി ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ഇൻഓതന്റിക് പോളിസിക്കുള്ളിൽ ഏതെങ്കിലും ഒരു വയലേഷൻ നിങ്ങളുടെ ചാനലിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആകും. ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആവുകയും ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയധികം യൂട്യൂബ് ചാനലുകൾ ഡീമോണിറ്റൈസ് ആകുകയും ടെർമിനേറ്റ് ആകുകയൊക്കെ ചെയ്തു. അതിന് കാരണം യൂട്യൂബിന്റെ ഇൻഓതന്റിക് പോളിസിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പോളിസിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് സമയം കാണത്തുള്ള വീഡിയോ, പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതിൽ ആദ്യത്തെ പോയിന്റ് മൈൻഡ്ലെസ് കണ്ടന്റ് അല്ലെങ്കിൽ എഫോർട്ട്ലെസ് കണ്ടന്റ് എന്ന് പറയാം. ഇതിൽ ഫേസ് ക്യാം വീഡിയോസും വരാം, ഫേസ്ലെസ് വീഡിയോസും വരാം. 2 ടൈപ്പ് കണ്ടന്റിലും ഈ പോളിസി ബാധകമാണ്. മൈൻഡ്ലെസ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അത് നമുക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു വീഡിയോ. ഇപ്പം എവിടെയെങ്കിലും ഒരു മാർക്കറ്റിലൂടെ നടക്കുന്നു, ക്യാമറ എടുക്കുന്നു, ചുമ്മാ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്നു, നേരെ അത് അപ്ലോഡ് ചെയ്യുന്നു. അതാണ് മൈൻഡ്ലെസ് കണ്ടന്റ്. അതായത് അതുകൊണ്ട് ഒരു വാല്യൂം ഇല്ലാത്ത കണ്ടന്റ് ആണ് ഈ മൈൻഡ്ലെസ് കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ എഫോർട്ട്ലെസ് കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ മൈൻഡ്ലെസ് കണ്ടന്റ് പോലെ തന്നെ വരും. എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു വാല്യൂം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒരു എഫോർട്ടും നമ്മൾ ഇടാതെ എടുക്കുന്ന കണ്ടന്റുകളാണ് ഈ മൈൻഡ്ലെസ് അല്ലെങ്കിൽ അതേപോലെ എഫോർട്ട്ലെസ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ TV ഷോസ് ഒക്കെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് നേരെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഇവന്റിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് എല്ലാം റെക്കോർഡ് ചെയ്ത് ഒരു ലക്ഷ്യബോധവുമില്ലാതെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എഫോർട്ട്ലെസ് കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ AI ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അതിൽ ഒരു രീതിയിലുള്ള ഹ്യൂമൻ ടച്ചും ഇല്ലാതെ ഫുൾ AI ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തുടക്ക സമയത്ത് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ലായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം യൂട്യൂബിനെ കുറിച്ചും വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ച് നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ നല്ല രീതിയിൽ ചാനലിൽ നല്ല റീച്ച് വരുന്നുണ്ട്, നല്ല സബ്സ്ക്രൈബർ കൗണ്ട് ഒക്കെ ആയി അങ്ങനെ പോകുന്നു. പക്ഷേ പണ്ട് അപ്ലോഡ് ചെയ്ത മൈൻഡ്ലെസ് കണ്ടന്റ് ഇപ്പോഴും നിങ്ങളുടെ ചാനലിൽ കിടപ്പുണ്ടെങ്കിലും പണി കിട്ടും. 100 നല്ല വീഡിയോയുടെ ഇടയ്ക്ക് ഒരു മൈൻഡ്ലെസ് എഫോർട്ട്ലെസ് കണ്ടന്റ് ഉണ്ടെങ്കിലും അത് കാരണം നിങ്ങളുടെ ചാനലിൽ ഡീമോണിറ്റൈസ് ആവും. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് അതിന്റെ തമ്പനയിൽ ശരിക്കല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞാലും ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്തില്ല. അതായത് നമ്മുടെ വീഡിയോയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്, അതായത് ഡോർ എന്ന് പറയുന്നത് ആ തമ്പനയിലാണ്. തമ്പനയിൽ നല്ലതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം പാളി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താവേ. ഫോട്ടോപ്പിയ എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇതിൽ കുറച്ചധികം AI മോഡൽസ് വരുന്നുണ്ട്. ഇവിടെ AI മോഡൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജെമിനി, ഫ്ലെക്സ്, പിന്നെ അതേപോലെ ഫേമസ് ആയിട്ടുള്ള പല മോഡൽസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ GPT ഉണ്ട്. GPTയുടെ കാര്യം പറയുമ്പോൾ GPTയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇമേജ് 2.0 എന്ന് പറയുന്ന ഒരു പുതിയ മോഡലുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് ഹൈ ക്വാളിറ്റി ഇമേജസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പൊ നമ്മൾ GPT 2.0യിലാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 3 ക്വാളിറ്റി നൽകിയിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാൻ, ലോ, മീഡിയം, ഹൈ, അങ്ങനെ 3 ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഇമേജ് കൊടുത്തുകൊണ്ട്, അതായത് തമ്പനെയിൽ നമ്മുടെ ഇമേജ് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് ഒറിജിനൽ ഇമേജ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രോംപ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് എന്താണോ ഇമേജിൽ ഏത് ടൈപ്പ് ഇമേജ് ആണോ വേണ്ടത് അതിന്റെ ഒരു പ്രോംപ്റ്റ് കൂടെ കൊടുക്കണം. ഞാനിവിടെ ഒരു 5-6 പ്രോംപ്റ്റ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടോണം, കുറച്ച് സെക്കൻഡ്സ് എടുക്കും. ആ സെക്കൻഡ്സ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ തമ്പനെയിൽ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു തമ്പനെയിലാണ് ഉദ്ദേശിച്ചത്. അത് ഫോണിന്റെ മോഡലും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള, അത്രയും ക്ലിക്കബിൾ ആയിട്ടുള്ള, അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ ഇമേജ് എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 3-4 ഇമേജ് കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാവേ. അടുത്തത് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഈ പ്രോംപ്റ്റിൽ ഞാൻ കൊടുക്കുന്നത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഞാൻ ഇരിക്കുന്ന ഒരു തമ്പനെയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് വേണം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജനറേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ChatGPT ഓൾറെഡി 2.0 സെലക്ട് ചെയ്തിട്ടുണ്ട്. ജനറേറ്റ് ചെയ്തു. ഇനി അത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇമേജ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഫോട്ടോ അതിനേക്കാളും കുറച്ചുകൂടെ കളർ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഇമേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത കുറച്ച് തമ്പനെയിൽസ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്.
ഇനി നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമ്മളിവിടെ ഇമേജ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. ആ പ്രോംപ്റ്റിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് ഞാനിവിടെ. അതിനുശേഷം നമ്മൾ GPT 2.0 സെലക്ട് ചെയ്യുന്നു, പിന്നെ ജനറേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജുകളൊക്കെ തന്നെ ഹൈ ക്വാളിറ്റിയിലാണ് വന്നത്. പക്ഷേ ഈ ഒരു ഇമേജ്, അതിന്റെ ഇടയ്ക്ക് വന്ന ഈ ഒരു ഇമേജിന് കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനുള്ളിൽ നമുക്ക് എൻഹാൻസ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ഇമേജ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു ഇമേജ് ക്വാളിറ്റി കുറച്ച് കുറവാണെന്ന് നമുക്ക് തോന്നിയ ഒരു ഇമേജ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം പ്രിവ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എൻഹാൻസ്ഡ് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര ഡിഫറൻസ് ഈ രണ്ട് ഫോട്ടോസ് തമ്മിലുണ്ടോ എന്നുള്ളത്. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഈ ഒരു ഫോട്ടോ ഇവിടെ എൻഹാൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വെറും സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്ത് തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ലോ ക്വാളിറ്റി ഇമേജുകൾ അപ്സ്കെയിൽ ചെയ്ത് ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് റീയൂസ്ഡ് കണ്ടന്റ്. റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ച് ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് ആയിരുന്നു മുമ്പ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. മോണിറ്റൈസേഷൻ പോകാനായിട്ടുള്ള മെയിൻ കാരണമായിരുന്നത്. പക്ഷേ ഇന്ന് റീയൂസ് കണ്ടന്റിന്റെ കൂടെ ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ പോയിന്റുകളും യൂട്യൂബ് ആഡ് ചെയ്തു, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി എന്ന് പറയാം. ഏത് രീതിയിലും നമ്മുടെ മോണിറ്റൈസേഷൻ കളയാനാണ് ഇപ്പൊ യൂട്യൂബ് നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. റീയൂസ്ഡ് കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുമാതിരിപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഇവിടെ നിന്നെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകളാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ്. അത് പലരുടെയും വിചാരം യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് റീയൂസ്ഡ് കണ്ടന്റ്. ഇനി ടിക്ടോക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ എടുക്കുന്ന കണ്ടന്റുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് അല്ല എന്ന് ചിന്തിക്കുന്ന പല ആളുകളുണ്ട്. അങ്ങനെയല്ല, യൂട്യൂബിലായിക്കോട്ടെ ടിക്ടോക്കിലായിക്കോട്ടെ എവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ കണ്ടന്റുകൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊക്കെ റീയൂസ്ഡ് ആയിട്ട് വരും. ഇനി റീയൂസ്ഡ് അല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻ എടുത്ത് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലാതെ വരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ വീഡിയോയുടെ കോണിൽ എവിടെയെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരത്തില്ല. അങ്ങനെ ഒരുപാട് പേര് ആ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് ഇഷ്യൂ അല്ല, അത് റീയൂസ്ഡ് കണ്ടന്റ് അല്ല. എന്നാൽ മറ്റു പലരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോസ് എടുക്കുക, എന്നിട്ട് അത് സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്ലേ ചെയ്യും, അതിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്ന് അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കണ്ടന്റുകളാണ് റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ വരും, മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. മൂന്നാമതായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ജനറേറ്റഡ് കണ്ടന്റുകൾ മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നുള്ളത്. ജനറേറ്റഡ് കണ്ടന്റുകൾ നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടാതെ ഇരിക്കത്തില്ല, മോണിറ്റൈസേഷൻ കിട്ടും. അതായത് ഇപ്പം ഞാൻ ഈ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുന്നു, ഇതിനിടയ്ക്ക് എനിക്ക് കണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതിൽ പ്രശ്നമില്ല. പക്ഷെങ്കിൽ 100% കണ്ടന്റുകൾ ഡിമോണിറ്റൈസ് ആവും. അതായത് ഒരു വീഡിയോയിലെ വിഷ്വൽസ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്, അതിൻ്റെ ഓഡിയോ, അതിൻ്റെ സ്ക്രിപ്റ്റിങ്, എല്ലാ കാര്യങ്ങളും കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഓതന്റിക് കണ്ടന്റ് പോളിസിയിൽ അത് വരും. അതിലൂടെ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഡിമോണിറ്റൈസ് ആകുകയും ചെയ്യും. നാലാമത്തെ കാറ്റഗറി ഫേക്ക് സ്റ്റോറി ടെല്ലിംഗ്. അതായത് ഒറിജിനൽ കണ്ടന്റ് ആണ്, നമ്മൾ ഇതുപോലെ സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്, പക്ഷെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫേക്ക് ആണ്. അതായത് ഇപ്പം കുറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മലയാളത്തിൽ തന്നെ ഇതുപോലെ ഒരുപാട് കുറ്റാന്വേഷണ കഥകളും പ്രേതക്കഥകളും ഒക്കെ ഇതേപോലെ സ്റ്റോറി ടെല്ലിംഗ് നടത്തുന്നവരുണ്ട്. ഇതിൽ എത്ര എണ്ണം സത്യമാണെന്നുള്ളത് അത് നമുക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അപ്പം ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് വന്നിരുന്ന് പറഞ്ഞ് അത് ഫലിപ്പിച്ച് അതിലൂടെ വ്യൂ ഉണ്ടാക്കുകയും പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ചാനലുകൾ ഡിമോണിറ്റൈസ് ആവും. അതായത് ഫേക്ക് സ്റ്റോറി ടെല്ലിംഗ് യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള കണ്ടന്റുകൾ യൂട്യൂബിന് വേണ്ട. നിങ്ങൾ റിയൽ ആയിട്ടുള്ള ഇൻസിഡന്റുകളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, അവിടെ മോണിറ്റൈസേഷന്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. അടുത്തത് മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ്. ഒരേ ടെംപ്ലേറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കണ്ടന്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. സംഭവത്തിന്റെ ആ ഒരു ടെംപ്ലേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തന്നെ ആയിരിക്കും. അങ്ങനത്തെ പല ചാനലുകളുണ്ട്. ഇങ്ങനെയുള്ള ചാനലുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരേപോലത്തെ കണ്ടന്റുകളായിരിക്കും വരുന്നത്. ഒരുപാട് കണ്ടന്റ് അവർ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യും, അത് അവരുടെ ചാനൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കണ്ടന്റുകൾ അതായത് ഇൻഓതന്റിക് കണ്ടന്റ് ആയിട്ട് വരികയും അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എഫോർട്ട് നിങ്ങൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ജെനുവിൻ കണ്ടന്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും യൂട്യൂബിൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടത്തേ ഉള്ളൂ. ഇത് ഞാൻ പല പ്രാവശ്യം മുമ്പ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജെനുവിൻ കണ്ടന്റ് അല്ല, നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് അല്ല ഇടുന്നത്. നിങ്ങളുടെ എഫോർട്ട് ഇല്ലാതെ നിങ്ങൾ ഒപ്പിച്ചെടുക്കുന്ന വീഡിയോകളാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ചിലപ്പം 10 രൂപ കിട്ടിയെന്ന് വരും, പക്ഷെ മുമ്പോട്ടുള്ള സമയത്ത് അത് വലിയ നഷ്ടമായിട്ട് മാറും. നമ്മുടെ സമയം വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തും. അടുത്തത് നോ പേഴ്സണൽ ഐഡന്റിറ്റി. അതായത് നമ്മളൊരു ചാനൽ ഉണ്ടാക്കി അതിൽ ലോഗോ ഇല്ല, ബാനർ ഇല്ല, എബൌട്ട് സെക്ഷൻ ഇല്ല, ഇതൊന്നും ഇല്ലാതെ ചാനൽ ഉണ്ടാക്കിയിട്ട് മോണിറ്റൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മളുടെ ചാനലിന്റെ എബൌട്ട് സെക്ഷനിൽ കൊടുക്കണം. അത് കൊടുത്തെങ്കിൽ മാത്രമേ ചാനൽ മോണിറ്റൈസ് ആകത്തുള്ളൂ. അപ്പൊ ഇൻഓതന്റിക്
കണ്ടന്റ് പോളിസിക്കുള്ളിൽ വരുന്ന കാര്യമാണ് ഐഡന്റിറ്റി ഇല്ലാത്ത ചാനലുകൾ. ഇങ്ങനെയുള്ള ചാനലുകൾ മോണിറ്റൈസ് ആകത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ചാനൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ടച്ചുള്ള ഹ്യൂമൻ റിയൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ചാനലായിരിക്കണം. നിങ്ങളുടെ വീഡിയോകൾ കാണുന്ന ഓഡിയൻസിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ടൈപ്പിലുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോയുടെ ഐഡിയാസ് ഒറിജിനൽ ആയിരിക്കണം. ഐഡിയാസ് എവിടെന്നെങ്കിലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ അത് പ്രസന്റ് ചെയ്യുന്ന രീതി നിങ്ങളുടെ രീതിയിൽ പ്രസന്റ് ചെയ്യണം. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. വേറെ എവിടെന്നെങ്കിലും എടുക്കുന്ന ഐഡിയ ആണെങ്കിലും അത് നിങ്ങളുടെ ഐഡിയയിലായിരിക്കണം നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. അല്ലാതെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻഓതന്റിക് കണ്ടന്റ് പോളിസിയിലേക്ക് വരും. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡിമോണിറ്റൈസ് ആകുകയും കിട്ടുന്ന വരുമാനം അവിടെ സ്റ്റോപ്പ് ആകുകയും ചെയ്യും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നിങ്ങളുടെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. പിന്നെ നമ്മുടെ ഇടയ്ക്ക് പരിചയപ്പെട്ട ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.